നശിച്ച കോളിംഗ് ബെൽ അടിക്കാതെ അകത്തേക്ക് കയറി വരാൻ പാടില്ലേ? കോളിംഗ് ബെൽ അടിച്ചു കയറുന്നല്ലേ ഒരു മര്യാദ. മര്യാദയോ? നിനക്ക് ആ വാക്കിന്റെ അർത്ഥം അറിയാം കോപ്പേ? മര്യാദ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? അപ്പൊ മര്യാദ ഇല്ലാതെ നടന്നാൽ ദാറ്റ്സ് മര്യാദ. Am I correct? ടെന്നീസ് കോർട്ടിൽ കിടന്ന് ഉരുണ്ടല്ലേ, വേർത്ത് നാറുണ്ടാവും. ടെന്നീസ് എന്ന് പറഞ്ഞാൽ കബഡി കളിയല്ല, കിടന്നുരുളാൻ. മതി, വാചകം നിർത്തിപ്പോയി മേക്കഴുകി വന്നിട്ട് വല്ലതും കഴിക്കാൻ നോക്ക്. മൈ ഇവിടെ ഒന്നും നേരിട്ട് നടക്കാൻ അവിട്ടം വെച്ചു. ഇതിനെല്ലാം ചേർത്ത് ഞാൻ നിനക്ക് തന്നെ. അച്ഛനായിരിക്കും ഡോറ് തുറക്ക്. ആരാമായി? ഞാനാടോ. വാ വാ ഇരിക്കങ്ങളെ. ഡാൻസ് കലക്കി കേട്ടോ. ഞാൻ സംഭവല്ലേ. അങ്കിൾ ഏതാ? ജയന്തിമയുടെ ഫ്രണ്ടാ? അയ്യോ അല്ല, ഞാൻ മാഡം വന്ന വണ്ടിയുടെ ഡ്രൈവറാ. ഇത്രയും ഗ്ലാമറുള്ള ഡ്രൈവറോ? എന്ത് ചെയ്യാനാ മോളെ, അതായിരുന്നു വിധി. ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. ഞാൻ പുറത്തോട്ടേക്കാം. അങ്ങനെ ആവട്ടെ. ആയിക്കോട്ടെ. ചട്ടമ്പി കല്യാണി. ഓ തൃശ്ശൂർക്കാരൻ. പിന്നെ വിളിയടാ. സൈക്കിൾ അടിച്ചോ? അതല്ലേ നടക്കേട്. ചിലരോടൊക്കെ ഞാൻ പറഞ്ഞ ജോഗിങ്ങിനൊപ്പം വീണുന്നാ. ഹൈക്കോർട്ടിൽ എല്ലാരും പറയുന്നത് കേസ് തോറ്റ ദേഷ്യത്തില് ക്ലയൻസ് ആരോ കൊട്ടേഷൻ കൊടുത്ത് കാലടിച്ചതാന്നാ. കേസ് തോറ്റ നിന്റെ അപ്പനായി. മായി എറിയിലട മോനെ, അമ്മ വയ്യാണ്ട് കിടക്കടാ. നോ പ്ലീസ് 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 പ്ലീസ്. വേണ്ട മോളെ, പോയിന്ന് ഫ്രഷ് ആയിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വാ. നമുക്കൊന്ന് പുറത്തു പോവാം. ബാക്കിയില്ലേ നമുക്ക് പിന്നെ കാണാട്ടാ. പോടി. ഡാർലിംഗ് ഷീസ്. അയ്യോ, ഷീസ് മൈ ജെം. ചന്ദ്രേട്ടൻ പറഞ്ഞു. എന്താ രമേശിന്റെ പ്രശ്നം? അതല്ലേ എനിക്കറിയാത്തത്. ഇതിപ്പോ 4 ദിവസമായിട്ട് ഒരു ന്യൂസും ഇല്ല. ആശാന്റെ ഫോണിൽ കിട്ടുന്നില്ല, മെയിലിന് റെസ്പോൺസ് ഇല്ല. ഇവിടെ വന്നപ്പോ എന്താ, സുധീറിന് ഒരു വിവരവും ഇല്ല. അമ്മയ്ക്കും അതെ. എന്താ രേഖ ഞാൻ ചെയ്യാ? റിലാക്സ്. ഇതുപോലെ മുമ്പും ഉണ്ടായിട്ടില്ല ചില മുങ്ങൽസ്. കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് ട്രാൻസ്ഫർ ആയ ശേഷം അതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ബോംബെയിലെ ലൈഫ് വാസ് സോ ഗുഡ്. ശരിക്കും പറഞ്ഞാൽ സുധീറിന്റെ കൂടെ കൺസ്ട്രക്ഷൻ ബിസിനസ് തുടങ്ങിയില്ലേ, അപ്പോഴാ എല്ലാത്തിന്റെയും ഋതമൊക്കെ തെറ്റുന്നത്. ഒക്കെ ശരിയാവൂടോ. അല്ല, നീ എന്തിനാ ഹോട്ടലിൽ കയറി ചെക്ക് ഇൻ ചെയ്തേ? ഇന്ന് എന്നെ വെക്കേറ്റ് പോന്നാണ് കേട്ടാ. ലാസ്റ്റ് ടൈം വന്നപ്പോ ഇവിടെ ഗസ്റ്റിന്റെ ബഹളായിരുന്നു. സോ ഐ തോട്ട് ഇറ്റ്സ് രമേശ്. രമേശ്. Hi Jayati. I'm so sorry. I couldn't call. എവിടെയാ രമേശ്? ഞാൻ കോവളത്താ. ഒരു ഇമ്പോർട്ടന്റ് ഒഫീഷ്യൽ മീറ്റിംഗ്. ഡൽഹിയിൽ നിന്ന് ഒരുപാട് ഹയർ ഒഫീഷ്യൽസ് വന്നിട്ടുണ്ട്. ഡു വൺ തിങ്. നാളെ തന്നെ ബോംബെക്ക് പോയിക്കോളൂ. ഈവനിങ് ആവുമ്പോഴേക്കും ഞാൻ എത്തിക്കോളാം. ഓക്കെ? രമേശ്. പറ. നോ. നാളെ നേരിൽ പറയാം. ഓക്കെ then. Take care. ഓക്കെ. സമാധാനായില്ലേ ഇപ്പോ? ഇവിടെ ഏതാണ്ട് കല്യാണോ മറ്റോ ആണ് മാഡം. റെസ്റ്റോറൻറ്റ് കാണുമെന്ന് തോന്നുന്നില്ല. ഓ, ഞാനും രേഖയും കഴിഞ്ഞ തവണ ഇവിടെ വന്ന് ലഞ്ച് കഴിച്ചിരുന്നു. ആ ഓർമ്മയില്ല. കല്യാണത്തിന് നല്ല ശാപ്പാടായിരിക്കും. ഐഡിയ. ഛേ, വെയിറ്റ്, ലെറ്റ് മീ ചെക്ക്. മറ്റൊരു സ്ഥലമുണ്ട്. നല്ല മണം. ബിരിയാണി ആയിരിക്കും. റിയ ആൻഡ് ജോൺ ക്രിസ്ത്യൻ കല്യാണല്ലേ? എന്നാ അപ്പവും താറാവിറച്ചി. കോണ്ടിനെന്റ്. അപ്പവും താറാവിറച്ചി. ബെറ്റ്. ബാബു, ഞാനോട് പോയിട്ട് ചോറ് നിന്നിട്ട് വരാൻ പറ. അതൊക്കെ തിന്നോളൂ. പന്തലല്ലേ അത്? ഇനി ഇവിടെ ഉണ്ടോ? നമ്മുടെ പാപ്പാളി സാറിന്റെ മോളുടെ കെട്ടല്ലേ? പാർട്ടിക്ക് വേണ്ട 100 ബോട്ടൽ ഞാനാണ് സപ്ലൈ. ലെറ്റ്സ് ഗോ. ഹേയ്,
ആ ബോറന്മാരെന്റെ ഹോട്ടലിൽ താമസിക്കുന്നവരാ. നിന്റെ അമ്മയുടെ ലാംഗ്വേജ് പറഞ്ഞ വായി നോക്കീസ്. കമ്മായി. Hi, Maitri. രാജു വാ. Hi, Mia. Long time. Yeah, it's my cousin's marriage. Oh, Mema, 1 second. So, How are you? all good? നീ കള്ളും വിറ്റ് കിടക്കാണ്ട് മഹാരാഷ്ട്രയിലേക്ക് ബീഫ് കയറ്റാൻ നോക്കടോ. ആടെ ഇപ്പൊ ഗോതവ നിരോധനല്ലേ. നിങ്ങൾ ഷെയർ ഇടുവോ? എങ്കിൽ ഞാൻ റെഡി. പയ്യനെ ഇനി സംഘടിപ്പിക്കും. അത് ഞാൻ എന്നാ പിന്നെ അത് നോക്കിക്കോ. ഓ ബാബു ഓ വാ. ഹലോ. Mema? എന്റെ സ്കൂൾ മേറ്റാ മിയ. It's Mia's cousin's marriage. അപ്പൊ ഞങ്ങളെ കല്യാണത്തിന് വിളിക്കുന്നില്ല? Sure, uncle. Auntie, please come. താങ്ക് യു മിയ. ബട്ട് നമുക്കൊന്ന് വിഷ് ചെയ്തിട്ട് വരാം മേമ. ചെല്ലു മേഡം, ഒരു സന്തോഷത്തിൽ പങ്കുചേരാൻ കുറിയട്ടി ഒന്നും നോക്കണ്ട. ചെന്നാട്ടെ. Uncle, വരൂ. ഇല്ല ഇല്ല, ഞാൻ ഇവിടെ നിന്നോളാം. വേണ്ട. അങ്കിൾ ഏ വാനേ കലക്കെല്ലാം ചാരിക്കും. അപ്പോ തറ കയറി ബെറ്റ്. Come. വാ. ടി നീയാ? ഹലോ, എന്ത് പോയടാ ടി ടി? അയ്യോ, എനിക്ക് വരാൻ പറ്റില്ലടാ, ഞാൻ ഓട്ടത്തിലാ. ഒന്ന് പറഞ്ഞേരേ. അതിന്റെ കൂടെ ഫിലോസഫി ഉണ്ടാ ഇടിച്ചതിന്റെ. ഹലോ, ഇവിടെ പാർക്ക് ചെയ്യരുത്. എന്തോന്ന്? ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല. അതിന്റെ മുമ്പിൽ വേറൊരു വണ്ടി കിടക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ഷെഫിന്റെ കാറാ. ഞാൻ കാർ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യുന്നുണ്ടോ? കണ്ടു. അപ്പൊ പറയാത്തത്? ചേട്ടാ, ഇതൊന്നും ഇവിടുന്ന് മാറ്റിയിടണം. ഞങ്ങളുടെ ബെൽ ക്യാപ്റ്റൻ കണ്ട വഴക്ക് എനിക്കാ കിട്ടുക. ബെൽ ക്യാപ്റ്റൻ, ബെൽ ക്യാപ്റ്റൻ. ചേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്കൂ. ഹലോ ചേട്ടാ, ചേട്ടാ. അതെ, ഞാൻ അവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യുന്ന താൻ കണ്ടിരുന്നു. കണ്ടു. അപ്പൊ അതിനു മുമ്പ് താൻ എന്തുകൊണ്ട് വന്ന് പറഞ്ഞില്ല? പാർക്ക് ചെയ്തതിന് ശേഷമല്ലേ പറയാൻ പറ്റൂ. അങ്ങനെയല്ല, പാർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് വന്ന് പറയാം. എനിക്ക് വണ്ടി മാറ്റിയിടാൻ സൗകര്യമില്ല. ബെൽ ക്യാപ്റ്റൻ കണ്ടു. ബെൽ ക്യാപ്റ്റൻ അല്ല, ഇന്ത്യൻ ക്യാപ്റ്റൻ ധോണി ഉണ്ടല്ലോ, അവൻ വന്ന് പറഞ്ഞാൽ പോലും ഞാൻ മാറ്റൂല. വേൾഡ് കപ്പിൽ ചുമ്മാ തൂരിട്ട് വന്നിരിക്കുന്നു. ഓ